ഞാൻ അച്ഛൻ വരുന്ന ദിവസങ്ങൾ ഞാൻ എന്താ ചെയ്യുന്ന പറയുമോ, രാവിലെ എഴുന്നേക്കും. അച്ഛൻ വരുന്ന ദിവസം മാത്രം ഒരു ബുക്ക് തുറന്ന് വെക്കും. ഏതാ ഫിസിക്സ് ആണോ കെമിസ്ട്രി, മറ്റേ ഇതാണ് ഈ ഇതില്ലേ, മറ്റേ ഓർഡർ നമ്മൾ വളരെയല്ലേ പറയൂലേ, ഇവന്റെ മുന്നിൽ നോക്കി എഴുതിയവനും ജയിച്ച്, പുറകിൽ നോക്കിയിരുന്നവനും ജയിച്ച്, പക്ഷെ ഇവൻ മാത്രം തോറ്റ്. അതെങ്ങനെ പറ്റി? ബാക്കിൽ നോക്കിയിരുന്ന ഫിസിക്സ്, ഇവൻ കെമിസ്ട്രി, അതുപോലും അറിയാത്ത അവസ്ഥയായിരുന്നു എൻ്റെ. അപ്പം ഞാൻ ഈ പുസ്തകം ഇങ്ങനെ നോക്കി നിന്നിട്ട് A+B² അതൊക്കെ 7ാം ക്ലാസ് വരെ പഠിപ്പിച്ചാ, +2 വരെ പഠിക്കുക. ഇതിരുന്ന് വായിക്കും. അപ്പോൾ അച്ഛനവിടെ പേപ്പറാറ്റം വായിക്കാൻ ഇരിക്കുമോ വരും. അപ്പം അമ്മ പറയും, മോനെ സുനിയേട്ടാ അവനെ ശല്യപ്പെടുത്തുന്നത്, അവന് എക്സാമാണ്, നിങ്ങൾ അകത്ത് പോയിട്ട്. അപ്പോൾ രാവിലെ ന്യൂസ് കാണലും പേപ്പർ വായനയൊക്കെ ഉണ്ട് പുള്ളി ഹോളിൽ വന്നിരുന്നിട്ട്. അപ്പം ഞാൻ ഹോളിൽ വന്നിട്ട് പട്ടി ഷോ ആണ് അവിടെ. ഹോൾ സ്ക്വാഡ് അച്ഛനെ കാണുന്നു മറ്റേ. അപ്പോൾ അച്ഛനിത് കണ്ടു കഴിഞ്ഞ ഉടനെ ഒരു നോട്ടം നോക്കുക. അച്ഛനറിയാം ഇവൻ ലോക കള്ളനായിരുന്നു. നോട്ടം നോക്കിയിട്ട് അമ്മ പറയും, ശ്രീന്ദ്ര നിങ്ങൾ അകത്ത് പോയി വായിച്ചോ, TV കാണണ്ട, അവൻ എക്സാമാണ്. ഞാൻ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് വായിച്ച് മാറ്റി വരച്ച് ഇങ്ങനെ ചെറിയ കുത്തിയൊക്കെ ഇരിക്കും. അന്ന് പരീക്ഷ ഉണ്ടാവും. അപ്പം ഞാൻ പണ്ട് ചെയ്തിരുന്നു വെച്ച് കഴിഞ്ഞാൽ അകത്തൊരു ഷർട്ട് എടുത്തിടും, ടീഷർട്ട്, എന്നിട്ട് അതിൻ്റെ പുറത്ത് ഷർട്ട്, സ്കൂൾ യൂണിഫോം, ഒരു ടൈ ഒക്കെ കെട്ടിയിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പോകുമ്പോൾ അമ്മേ അനുഗ്രഹം വാങ്ങിക്കുക, അനുഗ്രഹം വാങ്ങിക്കും, 500 രൂപ വാങ്ങിക്കും. അപ്പം അമ്മ പറയും അച്ഛൻ്റെ അനുഗ്രഹം കൂടെ വാങ്ങിക്കാൻ വേണ്ടി പറയും. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ അച്ഛൻ പറയും എൻ്റെ അനുഗ്രഹം വാങ്ങണ്ടെന്ന് പറയും, ഒക്കെ പറയും. അപ്പം പുള്ളിക്ക് അറിയാം ഞാൻ ഇതേ ഉടായ്പ പരിപാടിയാണെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതേപോലെ പലതവണയായിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു തവണ ഞാൻ ഇതൊക്കെ ചെന്നൈയിലാണ്. രാവിലെ ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് 10 മണി ഞാൻ പറഞ്ഞു, 8:30 സ്കൂള്, 7:30 മണി 7:45 ഞാൻ പറഞ്ഞ് നേരെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. രാവിലെ വന്നിട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് മദ്യം ഇല്ല, രാവിലെ തന്നെ അടിയാ. ഇതൊക്കെ +2 അന്നത്തെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോഴൊക്കെ എല്ലാവരും അവിടെ നല്ല കുടിയന്മാരായിട്ട് ബോയ്സ്, പ്രത്യേകിച്ച് +1 അന്ന് പണ്ടത്തെ പ്രീ ഡിഗ്രി ആണ്, സീനിയേഴ്സ് ഓക്കെ. അപ്പോൾ നമ്മളത് +2. അപ്പോൾ 7-8 മണി ആയപ്പോഴേക്കും ഇവൻ്റെ കയ്യിൽ പണ്ട് തലേദിവസം അടിച്ചതിൻ്റെ ബാക്കി എന്തൊക്കെയുള്ളൂ. അപ്പം ഇത് തുറക്കണമെങ്കിൽ 10 മണിയാവും, അവിടുത്തെ ടാസ്മാർക്ക് തുറക്കണമെങ്കിൽ, ബെവറേജ് ആണ് അവിടുത്തെ. അപ്പം ഞങ്ങൾ ഉള്ളത് ഇങ്ങനെ മുക്കി ഇങ്ങനെ അതിലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ 10 മണിയായപ്പോൾ ബാർ ഉറക്കുന്ന സമയത്ത്, ടാസ്മാർക്ക് തുടങ്ങുന്ന സമയത്ത് നേരെ പോകുന്ന സമയത്ത് ഞാൻ ഈ യൂണിഫോമിൻ്റെ ഷർട്ട് ഊരിയിട്ട് ടീഷർട്ട് ഇട്ടിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഞാൻ ഒരു ബിയർ ഇങ്ങനെ എടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ച് ഇതിങ്ങനെ കയറ്റി ഒരു 2 ബിയർ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ബൈക്കിലോട്ട് ഇങ്ങനെ കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നതും അച്ഛനൊരു സിഗ്നലിൽ വന്ന് ഇങ്ങനെ നിന്നിട്ട് അച്ഛൻ എവിടെയോ പുറത്ത് വേണ്ടി നിൽക്കുക. രാവിലെ പരീക്ഷ എന്ന് പറഞ്ഞിട്ട് പോയവനാ. ഓക്കെ, രാവിലെ പരീക്ഷ, അമ്മയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം 500 രൂപ.